നാവികസേനയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാവാൻ 2025 ജനുവരി 15 ഒരുങ്ങുകയാണ്. നാവികസേന 3 മുൻനിര പോരാളികളെയാണ് അന്നേ ദിവസം കമ്മീഷൻ ചെയ്യുന്നത്. ഇന്ത്യൻ നാവികസേന അതിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമായി 2025 ജനുവരി 15 3 പ്രധാന യുദ്ധ പ്ലാറ്റ്ഫോമുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. പ്രോജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ക്ലാസിന്റെ ലീഡ് ഷിപ്പായ നീലഗിരി ഉൾപ്പെടെ 3 യുദ്ധക്കപ്പലുകൾ വിക്ഷേപിക്കും. പ്രോജക്ട് 15B സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ക്ലാസിലെ 4ാമത്തെയും അവസാനത്തെയും കപ്പലായ സൂറത്ത്, സ്കോർപിയൻ ക്ലാസ് പദ്ധതിയുടെ 6ാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയായ വാഗ്ഷീർ എന്നിവയാണ് നീറ്റിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രോജക്ട് 75 എന്ന പേരിൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പ്രോജക്ട് 75ന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അന്തർവാഹിനികളിൽ ഏറ്റവും അവസാനത്തേതാണ് വാഗ്ഷീർ. 23,562 കോടിയാണ് നിർമ്മാണ ചിലവ്. വൈദഗ്ധ്യത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന് ഉപരിതല വിരുദ്ധ, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, രഹസ്യാന്വേഷണ ശേഖരം, പ്രദേശ നിരീക്ഷണം, പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. വയർ ഗൈഡഡ് ടോർപിഡോകൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, അത്യാധുനിക സോണാർ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് അന്തർവാഹിനി സജ്ജീകരിച്ചിരിക്കുന്നു. മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയായ മസ്ഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നിർമ്മിച്ച അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം പൂർത്തിയായിരുന്നു. ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്നും കൈമാറ്റം ചെയ്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൽവാരി ക്ലാസ് അഥവാ സ്കോർപിയൻ ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രാതിർത്തിയിൽ യുദ്ധങ്ങൾ, അന്തർവാഹിനികൾ തമ്മിലുള്ള യുദ്ധം, ദീർഘദൂര ആക്രമണങ്ങൾ, രഹസ്യാന്വേഷണം തുടങ്ങിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇവ സഹായിക്കും. പ്രോജക്ട് 17Aയുടെ ഭാഗമായാണ് സ്റ്റെൽത്ത് ഫിഗ്രേഷൻ ക്ലാസിൽപ്പെട്ട യുദ്ധക്കപ്പലായ നീലഗിരി നിർമ്മിച്ചിരിക്കുന്നത്. പ്രോജക്ട് 15B ഡിസ്ട്രോയർ ക്ലാസിൽപ്പെട്ട യുദ്ധക്കപ്പലാണ് സൂറത്ത്. എതിരാളികളുടെ കണ്ണിൽ പെടാതിരിക്കാൻ അത്യാധുനിക റഡാർ സ്യൂട്ടും ആന്റി മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചേതക്, ALH, സീ കിങ്, MH-60R ഹെലികോപ്റ്ററുകൾ എന്നിവയും കപ്പലിന്റെ ഭാഗമാണ്. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടക്കുന്ന പരിപാടി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കരുത്ത് തെളിയിക്കുമെന്ന് ഉറപ്പാണ്.